ഒരു വൈദികനും ഒരു സുപ്രഭാതത്തിൽ പൗരോഹിത്യം ഉപേക്ഷിക്കില്ല. ദൈവത്തോട് നീതി കാണിക്കാനുള്ള ഏക മാർഗം ആരാധനയാണ്. കർത്താവ് സഭ സ്ഥാപിച്ചത് സ്ഥാപനങ്ങൾ നടത്താനാണോ? മിശിഹായിൽ സ്നേഹമുള്ള ബഹുമാനപ്പെട്ട വൈദികരെ, സന്യസ്തരെ, ഇന്ന് ജൂബിലി ആഘോഷിക്കുന്ന നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട സിസ്റ്റർ ജോസ്ഫിൻ ആൻഡ് സിസ്റ്റർ റോസ്, കുടുംബക്കാരെ, ബന്ധുമിത്രാദികളെ, നമുക്ക് വളരെയധികം ഒരു ഉത്തരവാദിത്വം ഉള്ള ദിവസമാണ് ഇന്ന് സഭയിൽ ആഘോഷിക്കുന്നത്. വിശുദ്ധ അന്ത്രയോസ് കർത്താവിൻ്റെ ശിഷ്യനായ സെയിൻറ്റ് ആൻഡ്രൂ ഫീസ്റ്റ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത്. തൃശ്ശൂർ രൂപതയിലെ ആൻഡ്രൂസ് പിതാവിൻ്റെയും തലക്കോട്ടുകരയിൽ നിന്നുള്ള ആൻഡ്രൂസ് കുറ്റിക്കാട്ട് അച്ഛൻ്റെയും തിരുനാളാണ് ഇന്ന്. നമുക്ക് അവർക്ക് വേണ്ടി തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. അതുകൊണ്ടാണ് ഇന്ന് സുവിശേഷത്തിലെ ശിഷ്യന്മാരെ വിളിക്കുന്ന സുവിശേഷ ഭാഗം നാം കേട്ടത്. ഈശോ അവരെ വിളിച്ചപ്പോൾ അവർ തൽക്ഷണം എല്ലാം ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു എന്നാണ് പറഞ്ഞത്. അതേ ദിവസം തന്നെ ഇന്ന് നമ്മൾ ഈ ജൂബിലി ആഘോഷിക്കുമ്പോൾ എത്ര അർത്ഥവത്തായ ഒരു ദിവസം തന്നെയാണ് ദൈവം തിരഞ്ഞെടുത്ത് തന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ കൃപയുടെ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. വിശുദ്ധ അന്ത്രയോസിന്റെ തിരുനാളാണ് ഇന്ന് എന്ന് അറിഞ്ഞിട്ടല്ല ഈ ഡേറ്റ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് ശനിയാഴ്ചയാണ്. എനിക്കിന്ന് ഇവിടെ വരാൻ സാധിച്ചത് ഇത് 5ാമത്തെ ശനിയാഴ്ച ആയതുകൊണ്ടാണ്. 4ാമത്തെയോ 3ാമത്തെയോ 2ാമത്തെയോ ആയിരുന്നു എങ്കിൽ ഒരു പക്ഷേ എനിക്കും ഇവിടെ വരാൻ സാധിക്കില്ല. മറ്റ് ശനിയാഴ്ചകളിൽ പ്രോഗ്രാംസ് ഉള്ളതുകൊണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ച് ഈ ഒരു ദിവസം കൃപയുടെ ദിവസമായിട്ട് നമുക്ക് തന്നിട്ടുള്ളതാണ്. അതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് പള്ളിയിൽ വെച്ച് ഞാൻ പറഞ്ഞു, നമ്മൾ ഒരുമിച്ച് കൂടിയതിൻ്റെ 3 ഉദ്ദേശങ്ങൾ. 1, ദൈവത്തിന് നന്ദി പറയുക. 2, നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുക. അതോടൊപ്പം തന്നെ നമ്മോട് ഒപ്പം നിന്നവരെ നമ്മൾ മറക്കരുത്. ലോക പ്രശസ്തനായ ഇന്ത്യയുടെ ന്യൂക്ലിയർ സയന്റിസ്റ്റും പ്രസിഡന്റുമായ അബ്ദുൽ കലാം പറഞ്ഞൊരു കാര്യമുണ്ട്. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഒരു ലക്ഷ്യമുണ്ടാകണം. ആ ലക്ഷ്യം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നെ പുറകോട്ട് നോക്കരുത്. പക്ഷേ ലക്ഷ്യത്തിലെത്തിക്കഴിഞ്ഞാൽ പുറകോട്ട് നോക്കാൻ മറക്കരുത്. ഇന്ന് 50 വർഷം ഇവര് സന്യാസ ജീവിതത്തിലൂടെ കടന്നുപോയിട്ട് അതേ തീക്ഷ്ണതയിലും ചൈതന്യത്തിലും ഇവർ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ, വേറെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവം അവരെ നിലനിർത്തിയിട്ടുണ്ട് എങ്കിൽ, തീർച്ചയായിട്ടും ഇന്ന് ആ യാത്രയിൽ ഇവരെ പിന്തുണച്ച, എല്ലാ തരത്തിലും ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കുടുംബക്കാരെ, ബന്ധുക്കള്, അങ്ങനെ എല്ലാവരും അവരെയൊക്കെ ഓർത്ത് അവരോടൊരു വാക്ക് നന്ദി പറയുക എന്നുള്ളത് ഒരു ഉത്തരവാദിത്വം തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അനുസരണം ബുദ്ധിമുട്ടായി നിൽക്കുന്ന കാലത്ത് സന്യസ്ത ജീവിതങ്ങളിൽ നിന്ന് പെട്ടെന്ന് കൊഴിഞ്ഞ് പോകുന്ന ഈ സാഹചര്യത്തില് 50 വർഷം തീർച്ചയായിട്ടും വലിയ ഒരു നേട്ടം തന്നെയാണ്. ദൈവത്തിന്റെ കൃപ അത്രമാത്രം അവർക്ക് ലഭിച്ചു എന്ന് വേണം പറയുവാനായിട്ട്. ഈ അടുത്ത് ഒരച്ഛൻ പറയുകയാണ്, ഒരച്ഛൻ്റെ ഈ 50ാം വർഷം ജൂബിലിക്ക് വേണ്ടി നിന്നപ്പോൾ ആ അച്ഛൻ പറഞ്ഞത് ഇതാണ്. കഴിഞ്ഞ ദിവസം മറ്റം ഇടവകയിൽ വെച്ച് ജൂബിലി ആഘോഷത്തിന് പറഞ്ഞത്, ഇപ്പോൾ വൈദികര് 50ാം വർഷം
അല്ല ആഘോഷിക്കുന്നത്, 40-ാം വർഷമാണ്. അതിന് കാരണം 50 വരെ എത്തോ എന്നുള്ളതിന് ഒരു ഉറപ്പില്ല എന്നാണ് പറയുന്നത്. കൊറോണയ്ക്ക് ശേഷം അല്പം ശ്വാസം മുട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ആളുകൾ കൊഴിഞ്ഞു പോകുന്നതിന് കാരണം ഇപ്പോൾ റൂബി ജൂബിലി 50 എത്താണെങ്കിൽ അത് ആഘോഷിക്കാം. അങ്ങനെ ഭയം ആളുകളുടെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. യൂറോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വിവാഹത്തിൻ്റെ 50 ഒന്നും എത്തില്ല, 10 എത്തുന്നില്ല, പിന്നെ 50. അതിന് മുമ്പ് പൊട്ടിപ്പാളീസായിട്ട് പോകും. അപ്പം അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ 50 വർഷം വിശ്വസ്തയോടുകൂടി ദൈവം കൊടുത്ത് വെളിയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു വലിയ കാര്യമാണ്. നമുക്ക് നല്ലൊരു കയ്യടിയോടുകൂടി ഇവരെ രണ്ടുപേരെയും അഭിനന്ദിക്കാം. ദൈവത്തിനും ഇവരുടെ കൂടെ നിന്നവർക്കും നന്ദി പറയാം. ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് പറഞ്ഞത്, ജൂബിലി ആഘോഷങ്ങളിൽ നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തെ ഒന്ന് വിശകലനം ചെയ്യാനും അവിടെ എന്തെങ്കിലുമൊക്കെ തിരുത്തലുകൾ ആവശ്യമുണ്ട് എങ്കിൽ അതും കൂടെ ചെയ്ത് വീണ്ടും ആവേശത്തോട്, പുതിയ ചൈതന്യത്തോടെ, പുതിയ ആത്മാവിൻ്റെ അഭിഷേകത്തോടു കൂടി മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ തീർച്ചയായിട്ടും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് സിസ്റ്റേഴ്സ് ഞങ്ങൾ ഈ സമയത്ത് നിങ്ങൾക്ക് വാക്ക് തരികയാണ്. വി വിൽ ബി അക്കമ്പനിയിങ് യു വിത്ത് അവർ പ്രേയേഴ്സ്. ഇന്ന് സ്നേഹമുള്ളവരെ, ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കുടുംബക്കാരെ ഞാൻ വരുന്ന വഴിയിൽ ഈ പൂക്കൾ വിതറാനായിട്ട് നിന്നിരുന്നവരോട് ഞാൻ ചോദിച്ചു, നിങ്ങളെല്ലാവരും വടുക്കൂട്ട് കുടുംബക്കാർ ഫാമിലി തന്നെയാണോ എന്ന് ചോദിച്ചപ്പോൾ അവരെല്ലാവരും ഞങ്ങളെല്ലാവരും വടുക്കൂട്ട് ഫാമിലിയാണ്, ബംഗാളികളല്ലാന്ന്. കാരണം ഇന്നത്തെ കാലത്ത് ശവടപ്പിനടക്കം ബംഗാളികൾ കൊണ്ടുവന്നിട്ട് ശവടപ്പ് നടത്തുന്ന സമയമാണ്. കാരണം മക്കളൊക്കെ വലിയ വലിയ അമേരിക്കയിലും കാനഡയിലും യൂറോപ്പിലൊക്കെ ആയതുകൊണ്ട് കാര്യം മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് അവരുടെ ജീവിത സന്തോഷങ്ങളൊക്കെ ത്യാഗം ചെയ്ത് പൈസ ചുരുക്കൂട്ടി ലോണൊക്കെ എടുത്തിട്ട് മക്കളെ വിദേശത്തേക്ക് പറഞ്ഞയച്ചത് ബംഗാളികളുടെ കൂടെ ശവടപ്പ് നടത്താൻ വേണ്ടിയിട്ടാണെന്ന് അവരൊരിക്കലും ചിന്തിച്ചു കാണില്ല. ഇപ്പം മണ്ടത്തരം മനസ്സിലാക്കുന്നുണ്ടാവും, അത് സാരമില്ല. പക്ഷെ വടുക്കൂട്ട് കുടുംബം അങ്ങനത്തെ ഒരു കുടുംബമല്ല എന്ന് ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നു. നിങ്ങൾ ആ കുടുംബത്തിൻ്റെ ഐക്യവും ആ കുടുംബത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം സമൃദ്ധമായിട്ട് ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന നിമിഷങ്ങളാണ് ഇത്. എനിക്ക് തോന്നുന്നു നമുക്ക് കൈയടിച്ച് ദൈവത്തിന് നന്ദി പറയാം. ഫ്രാങ്കോയും അനുശോഭയും എന്നോട് ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു ആഗ്രഹമാണ് അവർക്കുള്ളത് എന്ന് എന്നോട് പറഞ്ഞു. പല ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ അതിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ആഗ്രഹം, പിതാവേ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഇനിയും ധാരാളം ദൈവവിളികൾ ഉണ്ടാകണം. ആ ഒരൊറ്റ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്നത്. വെറുതെ ചിലവരൊക്കെ ചെയ്ത പോലെ തീറ്റയും കൂടിയായിട്ട് അടിച്ചു പൊളിച്ച് ആഘോഷിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവകൃപയുടെ നിമിഷങ്ങളും ദിവസങ്ങളുമാകണം. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന്, പുതിയ തലമുറയിൽ നിന്ന് മിടുക്കന്മാരായിട്ടുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും വൈദികരും സന്യാസിനികളുമാകാൻ മുന്നോട്ട് വരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഇത് എല്ലാം ഓർഗനൈസ് ചെയ്യുന്നത് എന്നോട് പറഞ്ഞു. നമുക്കതുകൊണ്ട് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ആ ലക്ഷ്യം ഈ ജൂബിലി ആഘോഷത്തോടു കൂടി നിറവേറട്ടെ എന്ന് തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ പ്രാർത്ഥനകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ആഗ്രഹത്തോടൊപ്പം ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. സ്നേഹമുള്ളവർ, ഇതൊക്കെ കാണുമ്പോൾ മിക്കവാറും ദൈവം പറയുന്ന ഒരു കാര്യം ഇന്നത്തെ ആദ്യത്തെ വായനയിൽ സിസ്റ്റർ വായിച്ചു. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിന്റെ 42-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ദൈവം പറയുന്നുണ്ടാകും, ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, ഞാൻ തെരഞ്ഞെടുത്ത എൻ്റെ പ്രീതിപാത്രം, ഞാൻ എൻ്റെ ആത്മാവിനെ അവന് നൽകി, അവൻ ജനതകൾക്ക് നീതി പ്രദാനം ചെയ്യും. ഇതാണ് ഈ രണ്ടുപേർ. ഇവരിൽ ദൈവം സംപ്രീതനായിരിക്കുന്നു. ഇവർക്ക് ദൈവം തൻ്റെ ആത്മാവിന് കൊടുത്തു. അതുകൊണ്ടാണ് ഇന്ന് അവർക്ക് ധൈര്യത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, എളിമയോടുകൂടി, താഴ്മയോടുകൂടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും നന്ദി പറഞ്ഞുകൊണ്ടും നമ്മുടെ മുമ്പിൽ ഇരിക്കുവാനുള്ള കൃപ അവർക്ക് ലഭിച്ചത്. ഹല്ലേലൂയ എന്ന് പറയാവോ? ഹല്ലേലൂയ എന്ന് പറയാവോ? ഹല്ലേലൂയ. ഞാൻ ഒരിക്കൽ ഈ ഡൽഹിയിൽ സഹായ മെത്രാനായതിനു ശേഷം
പട്ടം കിട്ടിയതിൻ്റെ പിറ്റേ ദിവസം ഒരു പള്ളിയിലേക്ക് കുർബാന ചെല്ലാൻ ചെന്നു. കുർബാനയ്ക്ക് ഞാൻ സാധാരണ ചെല്ലുന്ന പോലെ പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് ഹല്ലേലൂയൊക്കെ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് സങ്കീർത്തനത്തിൽ വന്നപ്പോൾ ഒരു 3-4 പേര് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ബിഷപ്പ് എന്തിനാ ഹല്ലേലൂയൊക്കെ പറയുന്നത്? അപ്പം ഞാൻ ചോദിച്ചു, അതെന്താ വല്ല മോശം പരിപാടിയാണോ? മോശം പരിപാടിയാണ് ഹല്ലേലൂയ പറയുന്നത്, മോശം പരിപാടിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അല്ല, സാധാരണ അങ്ങനെയൊന്നും ഞങ്ങൾ കാണാറില്ല എന്ന് പറഞ്ഞു. നമുക്ക് ഒരു പേടിയും വേണ്ട. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സമയത്തും അസമയത്തും സ്ഥാനത്തും അസ്ഥാനത്തും നമ്മൾ തയ്യാറാകണം. എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊന്ന് കൈയടിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഇപ്പം കൈയടിക്കാൻ പറയുന്നത് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ കൈയടിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് മാത്രമാണ്, ക്ഷമിക്കുക. ഇങ്ങനെ ദൈവം പറയുന്നുണ്ടെങ്കിൽ, ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രീതിപാത്രം എന്ന് ഇവരെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട് എങ്കിൽ അതിൻ്റെ കാരണം എന്തായിരിക്കണം? അതിന്റെ കാരണം ഇവർ ദൈവത്തെ അനുസരിച്ചു എന്നുള്ളതാണ്. എന്താണ് ഇവർ അനുസരിച്ചത്? അതാണ് മത്തായി 6:33 നമ്മൾ കാണുന്നത്. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. മത്തായി 6:33 ഈ പറയുന്നതിന്റെ അർത്ഥം, ഏറ്റവും ആദ്യം നമ്മൾ അന്വേഷിക്കേണ്ടത് നമ്മുടെ ഹിതമല്ല, മറ്റുള്ളവരുടെ ഹിതമല്ല, നാട്ടുകാരുടെ, വീട്ടുകാരുടെ, കൂട്ടുകാരുടെ ഹിതമല്ല, മറിച്ച് ദൈവത്തിന്റെ ഹിതമാണ് നമ്മൾ ആരായേണ്ടത്. ഇനിയിപ്പോ അതിന് ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കവിടി നിരത്തി നോക്കൊന്നും വേണ്ട. അത് വളരെ കൃത്യമായിട്ട് ബൈബിളിൽ കാണാം. പുറപ്പാടിന്റെ 8:1 ദൈവത്തിന്റെ ഹിതം എന്താണ് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. പുറപ്പാടിന്റെ 8:1 കർത്താവ് മോശയോട് വീണ്ടും അരുളി ചെയ്തു, ഫറവോയുടെ അടുക്കൽ ചെന്ന് പറയുക, ഫറവോയുടെ അടുക്കൽ ചെന്ന് പറയുക, കർത്താവ് കൽപ്പിക്കുന്നു. കർത്താവ് സജഷൻ തരെയല്ല ചെയ്യുന്നത്, കർത്താവ് കൽപ്പിക്കുന്നു, എന്നെ ആരാധിക്കാനായി എന്റെ ജനത്തെ വിട്ടയക്കുക. എന്നെ ആരാധിക്കാനായി ഈ ഇസ്രായേൽക്കാരെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ബിസിനസ് ചെയ്യാനല്ല, കൃഷി ചെയ്യാനല്ല, സാംസ്കാരിക മുന്നേറ്റത്തിന് വേണ്ടിയല്ല, ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടിയാണ്. അവരെ മുഴുവൻ പറഞ്ഞയക്കാൻ പറഞ്ഞത്, ഈജിപ്തിൽ നിന്ന് എന്റെ മക്കളെ വിട്ടയക്കാനായിട്ട് ഫറവോനോട് കൽപ്പിക്കണം. എന്തിന്? എന്നെ ആരാധിക്കുവാൻ. പുറപ്പാടിന്റെ 9:1 വീണ്ടും ആവർത്തിക്കുന്നു. ഹെബ്രായക്കാരുടെ ദൈവമായ കർത്താവ് ഇങ്ങനെ പറയുന്നു, എന്നെ ആരാധിക്കാനായി എന്റെ ജനത്തെ വിട്ടയക്കുക. 10-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ വീണ്ടും പറയുന്നു, എന്നെ ആരാധിക്കാനായി എന്റെ ജനത്തെ വിട്ടയക്കുക. ഇതാണ് ദൈവത്തിന്റെ ഹിതം. എന്ത് ചെയ്താലും അച്ഛനായാലും അല്ലെങ്കിലും, വിവാഹം കഴിച്ചാലും ഇല്ലെങ്കിലും, പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും, നമ്മൾ ചെയ്യേണ്ട ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയാണ്, അനുസരണക്കേട് കാണിച്ചാൽ ദൈവം വെറുതെ വിടില്ല. നമ്മൾ പറയും ദൈവം ക്ഷമയുള്ളവനാണ്, കാരുണ്യവാനാണ്, എല്ലാം ശരിയാണ്. പക്ഷെ അത് അനുസരണക്കേട് കാണിക്കുന്നവനോടല്ല. അനുസരണക്കേട് കാണിച്ചാൽ എന്ത് കാണിക്കുമെന്നുള്ളത് പുറപ്പാടിന്റെ 8:2 പറയുന്നു. അവരെ വിട്ടയക്കാൻ നീ വിസമ്മതിച്ചാൽ തവളകളെ അയച്ച് ഞാൻ നിന്റെ രാജ്യത്തെ പീഡിപ്പിക്കും. സുഖിപ്പിക്കുന്നല്ല പറഞ്ഞത്, പീഡിപ്പിക്കുമെന്നാ പറഞ്ഞത്. എന്തിന്? നീ അവരെ വിട്ടയക്കാൻ വിസമ്മതിച്ചാൽ. അത് മാത്രമല്ല, നമ്മൾ ചിന്തിക്കേണ്ടത്, ഇന്ന് നമ്മുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, സമൂഹത്തില് പീഡനങ്ങൾ ഉണ്ടെങ്കിൽ, അഴിമതി, കൊലപാതകങ്ങള്, ഇന്ന് ലോകത്തിൽ യുദ്ധങ്ങൾ ഉണ്ടെങ്കിൽ, ഒരു പക്ഷേ ഈ ആരാധന കുറഞ്ഞു പോയത് കൊണ്ടല്ലേ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അപ്പൊ പെട്ടെന്നൊരു ചോദ്യം വരാം, ആരാധനകൾ കുറഞ്ഞു പോയോ? ആരാധനയ്ക്ക് വേണ്ടിയിട്ട് രൂപതയിൽ നിന്ന് അനുവാദം കിട്ടിയിട്ടുള്ള ഇടവകകളിൽ, ആരാധനകൾ നടന്നിരുന്ന സ്ഥലങ്ങളിൽ
ഇപ്പോൾ അതുണ്ടോ എന്ന് അന്വേഷിച്ചാൽ അറിയാം, അതൊക്കെ പൂട്ടിപ്പോയി. എന്താണ് കാരണം? ആരാധിക്കാൻ ആളുകളെ കിട്ടാനില്ല. എന്തിന്? പല ധ്യാന കേന്ദ്രങ്ങളിലും രാത്രി കാലങ്ങളിൽ പോലും ആരാധന നടന്നിരുന്നത് ഇന്ന് നിന്നുപോയി. അവരോട് ചോദിക്കേ എന്തുകൊണ്ടാണ് നിന്നുപോയത്? അവരുടെ മറുപടി, ആരാധിക്കാൻ ആളുകളെ കിട്ടാനില്ല. ദൈവം പറയുന്നു, ആരാധിക്കാൻ നീ അവരെ വിട്ടയക്കാൻ വിസമ്മതിച്ചാൽ ഞാൻ തവളകളെ അയച്ച് നിന്നെ പീഡിപ്പിക്കും എന്ന് വചനം പറയുന്നു. മാത്രമല്ല സ്നേഹമുള്ളവരെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ അനുസരണക്കേട് എന്ന് പറയുന്നത് ദൈവത്തോടാണ്, ഈ ധിക്കാരം ദൈവത്തോടാണ്, ഈ കളി ദൈവത്തോടാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം. എനിക്കറിയാം, ഇന്ന് നമ്മുടെ മുമ്പിൽ ഈ രണ്ട് സിസ്റ്റേഴ്സ് 50 കൊല്ലത്തെ സന്യാസ ജീവിതം തികച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് എങ്കിൽ അതിന് ഒരു കാരണം മണിക്കൂറുകളോളം ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ ഇവർ ചെലവഴിച്ച സത്യമാണ്. അതുകൊണ്ട് മാത്രമാണ് ഇവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചത്. ഒരു വൈദികനും ഒരു സുപ്രഭാതത്തിൽ പൗരോഹിത്യം ഉപേക്ഷിക്കില്ല. പൗരോഹിത്യം ഉപേക്ഷിച്ച് പോകുന്ന വൈദികനോട് ചോദിക്ക്, എത്ര വർഷം മുമ്പ് നീ ആരാധിക്കുന്നത് നിർത്തിവെച്ചു എന്ന് ചോദിച്ചാൽ അപ്പോൾ ഉത്തരം മനസ്സിലാകും. ഒരു സുപ്രഭാതത്തിലൊന്നും ഇത് നടക്കില്ല. ഇത് തന്നെയാണ് ഒരു സന്യാസിനിയുടെ ജീവിതത്തിലും. ഏതെങ്കിലും ഒരു കന്യാസ്ത്രീ ഇനി എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞു ഇത് ഊരിയിട്ട് പോവുകയാണെങ്കിൽ ചോദിക്കേ, ആരാധിക്കിൽ ദൈവത്തെ ആരാധിക്കാനായിട്ട് നിർത്തിയിട്ട് എത്ര നാളായി? ചിലപ്പോൾ ചെന്നിരിക്കും, പക്ഷെ മനസ്സിൽ വേറെ എന്തെങ്കിലും കാരണങ്ങളാകും. സ്നേഹമുള്ളവരെ, ദൈവം വളരെ ഗൗരവമായിട്ട് പറയുകയാണ്. അതുകൊണ്ടാണ് 10 ശിക്ഷകളാണ് ഫറവോന് കൊടുത്തത്. അവസാനത്തെ പുറപ്പാടിന്റെ 11:7 പറയുകയാണ്. എന്നാൽ പറയുകയാണ് 11:4 സിംഹാസനത്തിലിരിക്കുന്ന ഫറവോ മുതൽ തിരിക്കല്ലിൽ ജോലി ചെയ്യുന്ന ദാസി വരെയുള്ള എല്ലാ ഈജിപ്തുകാരുടെയും ആദ്യ ജാതൻ മരിക്കും, കന്നുകാലികളുടെ കടിഞ്ഞൂലുകളും ചാകും. പുറപ്പാടിന്റെ 11:5 പറയാണ്, നീ രാജാവ് എന്ന രീതിയിൽ എന്ന നിലയ്ക്ക് ഇവരെ ആരാധിക്കാനായിട്ട് നീ വിട്ടയച്ചില്ലെങ്കിൽ നിന്റെയും നിന്റെ രാജ്യത്തുള്ള എല്ലാവരുടെയും കടിഞ്ഞൂൽ പുത്രന്മാരെ കൊന്നുകളയുന്നു. തന്നെ ഓലപ്പാമ്പിനെ കാണിച്ച് പീഡിപ്പിച്ചതാണോ ഫറവോന്? അല്ല എന്ന് പുറപ്പാടിന്റെ 12:29 നമുക്ക് കാണാം. എഴുതുന്നു, വചനത്തിൽ പറയുന്നു, സിംഹാസനത്തിലിരുന്ന ഫറവോ മുതൽ കാരാഗ്രഹത്തിൽ കഴിഞ്ഞിരുന്ന തടവുകാരൻ വരെ ഈജിപ്തിലുണ്ടായിരുന്ന എല്ലാവരുടെയും ആദ്യജാതരെ അർദ്ധരാത്രിയിൽ കർത്താവ് സംഹരിച്ചു. കന്നുകാലികളുടെ കടിഞ്ഞൂലുകളും കൊല്ലപ്പെട്ടു. ഒരൊറ്റ കാരണമുള്ളൂ, ഫറവോൻ ഇസ്രായേൽക്കാരെ ദൈവത്തെ ആരാധിക്കാനായി വിട്ടയക്കാൻ സമ്മതിച്ചു. അടി കിട്ടിയപ്പോൾ ബോധം വന്നു. ഇത് സംഭവിച്ച ഉടനെ ഫറവോൻ എന്താ ചെയ്യുന്നത്? മോശയെ വിളിപ്പിക്കുകയാണ്. പുറപ്പാടിന്റെ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തിൽ ഫറവോ രാത്രിയിൽ തന്നെ, കാരണം ഓരോ വീടുകളിൽ മരണം അരങ്ങേറാൻ തുടങ്ങിയപ്പോൾ ഫറവോ രാത്രിയിൽ തന്നെ മോശയെയും അഹ്റോനെയും വിളിച്ചു പറഞ്ഞു, നിങ്ങൾ എൻ്റെ ജനത്തിന്റെ ഇടയിൽ നിന്ന് പോകുവിൻ. നിങ്ങൾ മതി, നിങ്ങളും ഇസ്രായേൽക്കാർ മുഴുവനും നിങ്ങൾ പറഞ്ഞതുപോലെ കർത്താവിനെ ആരാധിക്കുവിൻ, അല്ലെങ്കിൽ ഗതികേട് എനിക്കാകും. അപ്പോൾ ആരാധിക്കാനായിട്ട് വിട്ടയക്കാൻ വിസമ്മതിച്ചാൽ ഇതാണ് ഗതിയെങ്കിൽ, നമ്മൾ ആരാധിക്കാതിരുന്നാൽ പിന്നെ എന്താ സംഭവിക്കുക എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം അതുകൊണ്ട് സ്നേഹമുള്ളവരെ, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ആരാധന. വീട്ടിൽ രോഗമുണ്ടോ, ദാരിദ്ര്യമുണ്ടോ, ജോലിയില്ല, മക്കളില്ല, ഒന്നും നോക്കണ്ട, ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലിരുന്ന് ആരാധിക്കേ, അവിടെ ചെന്നിരിക്കേ. അതാണ് സൊല്യൂഷൻ. ദൈവം എല്ലാം നമുക്ക് വേണ്ടി ചെയ്തു തരും. ഈ സിസ്റ്റേഴ്സും ഇവിടെയുള്ള വൈദികരും ഒക്കെ നമുക്ക് അവരുടെ സാന്നിധ്യം കൊണ്ട് തരുന്ന ഒരു വലിയ സന്ദേശം, അത് ജൂബിലി സന്ദേശമായിട്ട് ഞാൻ നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുകയാണ്.
ആരാധിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും, ആരാധിക്കുന്നവർ സംരക്ഷിക്കപ്പെടും, ആരാധിക്കുന്നവർ ജീവിതത്തിൽ വിജയം പ്രാപിക്കും. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എങ്കിൽ 14-15 മണിക്കൂറുകൾ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലിരുന്ന് ആരാധിച്ചത് കൊണ്ട് തന്നെയാണ് എന്ന് സാക്ഷ്യപ്പെടുത്താൻ എനിക്ക് ഒരു മടിയുമില്ല. ഇന്നും സാധിക്കുമെങ്കിൽ സാധിക്കുന്നിടത്തോളം 7-8 മണിക്കൂർ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സുരക്ഷിതത്വ ബോധം, അതാണ് ഞാൻ നിങ്ങൾക്കുമായിട്ട് ഈ സന്ദേശം നൽകുന്നത്. ദിവ്യകാരുണ്യത്തെ മുറുകെ പിടിച്ചോ. സാധിക്കുമെങ്കിൽ എല്ലാ ദിവസവും 1 മണിക്കൂർ നമ്മുടെ വീട്ടിലിരുന്ന് സക്രാരിയിലുള്ള ഈശോയെ ധ്യാനിച്ചുകൊണ്ട് ആരാധിക്കേ. പള്ളിയിൽ പോകാൻ പറ്റുമെങ്കിൽ പള്ളിയിൽ പോയി സക്രാരിയുടെ മുമ്പിലിരുന്ന് ആരാധിക്കേ. ദൈവം കനിയും, നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ഇനി അതുമല്ല, ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചു വെച്ച ആരാധനാ കേന്ദ്രങ്ങൾ നമ്മുടെ ഇടവകയില്ല എങ്കിൽ സമീപ പ്രദേശത്ത് എവിടെയാണോ എന്ന് നോക്കുക, അവിടെ പോയി 1 മണിക്കൂർ ആരാധിക്കുക. അത്ഭുതങ്ങൾ സംഭവിക്കും. ആരാധിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും, ആരാധിക്കുന്നവർ സംരക്ഷിക്കപ്പെടും, ആരാധിക്കുന്നവർ വിജയം പ്രാപിക്കും. അത് മക്കളുടെ കാര്യമായാലും, മക്കൾ എവിടെയെങ്കിലുമൊക്കെ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ ഇവിടേക്ക് ഇരുന്ന് വീട്ടിലിരുന്ന് നീറിക്കരഞ്ഞത് കൊണ്ടായില്ല, ചെന്നിരിക്കേ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ. ദൈവം അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഭാര്യയോടോ ഭർത്താവിനോടോ മക്കളോടോ അയൽവാസികളോടോ യുദ്ധം ചെയ്യരുത്. അത് തെറ്റാണ്. സങ്കീർത്തനത്തിന് 110:1 പറയുന്നു, നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക, ആരാധനയിലിരിക്കുക, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കി തരാം. അതിൻ്റെ ഒരു സാക്ഷിയാണ് ഞാൻ. അഹങ്കരിച്ച് പറയുന്നതല്ല, പക്ഷെ ആരാധനയുടെ ഫലമാണ് ഞാൻ പറയുന്നത്. നിന്റെ ശത്രുക്കൾ നിന്റെ പാദപീഠമാക്കി തരും കർത്താവ്. അതുകൊണ്ട് നമ്മൾ ആരോടും യുദ്ധം ചെയ്യാൻ പോകണ്ട. നമുക്കെല്ലാവരോടും സ്നേഹം മാത്രം, ആരോടും പരിഭവം വേണ്ട. 2008 അമേരിക്കയിൽ ഈശോ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട ഒരു വൈദികനോട് പറഞ്ഞു, അത് ഇൻസിനു ജേസു എന്ന പുസ്തകത്തിൽ നിങ്ങൾക്ക് വായിക്കാം, നീ എന്നെ ആരാധിക്കുമ്പോൾ ഞാൻ ആത്മാക്കളിൽ പ്രവർത്തിക്കും. ഭർത്താവ് കള്ളു കുടിക്കുന്നുണ്ടോ? ഭർത്താവിനോട് കള്ളു കുടിക്കരുത് എന്ന് നിങ്ങൾ പറയണ്ട. നിങ്ങൾ ആരാധനയിലിരിക്കേ കർത്താവിനോട് പറയേ, എൻ്റെ ഭർത്താവിനെ ദിവ്യകാരുണ്യ ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നതിലൂടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ എന്ന് ആവർത്തിച്ച് പറഞ്ഞ് ആരാധിക്കുക. റിസൾട്ട് ഉണ്ടാകും. ഭാര്യയ്ക്ക് രോഗമാണോ? എവിടെയും പോകണ്ട. എൻ്റെ ഭാര്യയെ ദിവ്യകാരുണ്യ ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നതിലൂടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ എന്ന് താഴ്മയോടെ, എളിമയോടെ, വിശ്വാസത്തോടെ, ഉറപ്പോടെ ആരാധിച്ചോ, അനുഗ്രഹം ലഭിക്കും. ഒരു ഉദാഹരണം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. എൻ്റെ ഉദാഹരണം നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞാനും എൻ്റെ കേസുമായി ബന്ധപ്പെട്ട എല്ലാവരെയും സമർപ്പിച്ച് ഞാൻ ആരാധിക്കുമായിരുന്നു. അതുകൊണ്ട് ദൈവം ഇടപെട്ടു. സത്യം കോടതിയിൽ വെളിപ്പെടുന്നു. ഒരു സിസ്റ്റർമാരുടെ ജൂബിലി ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു സിസ്റ്റർ എന്നോട് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, പിതാവേ ഞാൻ ട്രാൻസ്ഫർ എടുക്കില്ല. ഞാൻ പറഞ്ഞു, സിസ്റ്റർ എന്താ അങ്ങനെ പറയുന്നത്? ട്രാൻസ്ഫർ എടുക്കില്ല എന്നോ? ഇതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ള ഭാഷയല്ല, നമ്മളനുസരിക്കണം. ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? അയ്യോ, ഞാൻ പോകുന്ന കമ്മ്യൂണിറ്റി നരകമാണ്, സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻറ്റ് അത് നരകമാണ്. ഞാൻ ചോദിച്ചു, സിസ്റ്ററിനോട് ആരാ പറഞ്ഞ നരകമാണെന്ന്? ഇതുവരെ അവിടെ പോയിട്ടുള്ളവരൊക്കെ അപ്പോൾ സിസ്റ്ററിന് മുമ്പ് അവിടെ ആൾക്കാർ പോയിട്ടുണ്ട്, സിസ്റ്ററിന് ശേഷവും പോകും. അപ്പോൾ അതുകൊണ്ട് സിസ്റ്റർ പോകുന്ന എന്താ കുഴപ്പമുള്ളത്? ഞാൻ പോവില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സിസ്റ്റർ ഒരു കാര്യം ചെയ്യും, ധൈര്യമായിട്ട് പോ, അവിടെ ചെന്നിട്ട് ആരാധിക്കാൻ പറഞ്ഞു. ഫോർമുല പറഞ്ഞു കൊടുത്തു, ആരെയൊക്കെയാണ് സമർപ്പിക്കണ്ടേ, സമർപ്പിച്ച് ആരാധിക്കുക. ഒരു സിസ്റ്റർ അവിടെ സുപ്പീരിയറായിട്ടാണ് പോകുന്നത്. സിസ്റ്റേഴ്സിനെ വിളിച്ച് ഉപദേശമൊന്നും കൊടുക്കണ്ട, സിസ്റ്റേഴ്സിനെ വിളിച്ച് ചോദിക്കുകയും വേണ്ട നമ്മുടെ പ്രശ്നം എന്താ, ഇതൊന്നും നമ്മുടെ പണി, ഇതൊക്കെ കർത്താവ് ചെയ്തോളും. സിസ്റ്റർ ചെയ്യേണ്ട പണി ഇത്രയുള്ളൂ,
എല്ലാ ദിവസവും ആരാധനയിലിരിക്കുക. ഇവരൊക്കെ പ്രശ്നമുണ്ടാക്കുന്നവരൊക്കെ സമർപ്പിച്ച്. എന്നിട്ട് ഞാൻ പറഞ്ഞു 5 ദിവസം കഴിയുമ്പോൾ എന്നെ വിളിക്കാമെന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ സിസ്റ്റർ ട്രാൻസ്ഫർ എടുത്തു, അവിടെ ചെന്നു, മെമ്പറായി, ആരാധിക്കാൻ തുടങ്ങി. അതിൻ്റെ 5-ാമത്തെ ദിവസം എന്നെ ഫോൺ വിളിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, പിതാവ് പറഞ്ഞത് ശരിയാ. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണത് ശരിയാ എന്ന് പറഞ്ഞത്? ഇതുവരെ ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു, സിസ്റ്റർ ഇനി ഇങ്ങനെ ഇരുന്ന് ആരാധിക്കുന്നുണ്ട് എന്ന് ആരോടും പറഞ്ഞ് നടക്കൊന്നും വേണ്ട, വളരെ സൈലൻ്റായിട്ട് അതങ്ങ് ചെയ്തോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷം എനിക്ക് ആ കോൺവെൻറ്റിൽ പോകാനുള്ള അവസരം കിട്ടി. കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷത്തെ സംഭവം ഞാൻ പറയുന്നത്. അവിടെ ചെന്നപ്പോൾ എത്ര സ്വർഗം പോലെയുള്ള കമ്മ്യൂണിറ്റി. കാരണം ഈ സിസ്റ്റർ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ മറ്റുള്ളവരും എക്സ്ട്രാ ടൈം എടുത്ത് ആരാധിക്കാൻ തുടങ്ങി. ഇന്ന് സിസ്റ്റർമാരുടെ ജൂബിലി ആഘോഷത്തിൽ ഒരൊറ്റ സന്ദേശം മാത്രമേ ഞാൻ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ആരാധനയിൽ ചെന്നിരിക്കെ 3 ഓപ്ഷൻ ഞാൻ പറഞ്ഞു. വീട്ടിലിരുന്ന് ആരാധിക്കാം, പള്ളിയിൽ പോയി സക്രാരിയുടെ മുമ്പിലിരുന്ന് ആരാധിക്കാം, ദിവ്യകാരുണ്യം എഴുന്നള്ളി വെച്ചിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് ആരാധിക്കാം. ഇതിലെവിടെയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ട പ്രിഫറൻസ്? എവിടെയാണ് പോകേണ്ടത്? ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് എവിടെയാണോ അത് ചെയ്യാം. ഏറ്റവും എളുപ്പം വീട്ടിലാണ്, അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിക്കും. വേണ്ട, ഇടവകപ്പള്ളിയിൽ പോകാൻ കുറച്ചും കൂടി എളുപ്പമാണ്, അവിടെ പോകാമെന്ന് വിചാരിക്കും. വേണ്ട, തൃശ്ശൂർ ലൂർദ് പള്ളി അല്ലെങ്കിൽ പുത്തുംപള്ളി അല്ലെങ്കിൽ വേറെ എവിടെയാണ്, അങ്ങോട്ടൊക്കെ പോകണ്ടേ? എവിടെയാണ് ഏറ്റവും ബുദ്ധിമുട്ട് അവിടെ പോകുക. അപ്പോൾ ആ ത്യാഗം ദൈവം കാണും, ദൈവം നമ്മെ അനുഗ്രഹിക്കും. സ്നേഹമുള്ളവരെ, ഈ ജൂബിലിയുടെ സമയത്ത് ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞ വചനം ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ നീതി എന്താണ്? നമ്മൾ ദൈവത്തിനോട് നീതി ചെയ്യാറുണ്ടോ? നമ്മൾ എപ്പോഴും ഫൈറ്റ് ചെയ്യലോ, എന്നോട് നീതി കാണിച്ചു. നമ്മൾ ദൈവത്തോട് നീതി കാണിക്കുന്നുണ്ടോ? കാണിക്കണം. ദൈവത്തോട് നീതി കാണിക്കാനുള്ള ഏകമാർഗം ആരാധനയാണ്. ദൈവത്തോടു കൂടെ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കർത്താവ് സഭ സ്ഥാപിച്ചത് സ്ഥാപനങ്ങൾ നടത്താനാണോ? ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നടത്താനാണോ? എഞ്ചിനീയറിംഗ് കോളേജ് നടത്താനാണോ? ആശുപത്രികൾ നടത്താനാണോ? സോഷ്യൽ വർക്ക് നടത്താനാണോ എന്ന് ചോദിച്ചാൽ ഉത്തരം അല്ല എന്നല്ല. അത് വേണം, പക്ഷെ അതിനു മുമ്പ് ആരാധന. അതിനു മുമ്പ് ഈ ആരാധനയ്ക്ക് ഇരിക്കാതെ വേറെ ഏത് പരിപാടിക്ക് ഇറങ്ങിയാലും അതൊക്കെ പൊല്ലാപ്പായിട്ട് മാറുള്ളൂ, ശിക്ഷയുടെ ഉപകരണങ്ങളായിട്ട് മാറും. സ്നേഹമുള്ളവരെ, നമുക്ക് തിരിച്ചു പിടിക്കാം. നമ്മുടെ പൂർവികർ, നമ്മുടെ കാരണവന്മാരൊക്കെ എത്രമാത്രം പള്ളിയിൽ ആരാധനയുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാ പണികളും വേണ്ടാന്ന് വെച്ച് അവർ പോകുമായിരുന്നു. ആരാധനയാണ് ശക്തി കേന്ദ്രം. അവിടെ എല്ലാം ഉണ്ട്. അവിടെ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറഞ്ഞ, ചെറുകഥയോ നോവലോ സിനിമയോ കണ്ട് കഥ പറയല്ല ഞാൻ നിങ്ങളോട്. പച്ച മാംസത്തിൽ അനുഭവിച്ചിട്ടുള്ള ചൂടേറിയ സത്യമാണ് ഞാൻ ഈ സമയത്ത് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ആരാധിച്ചോ, കർത്താവിനെ ആരാധിച്ചോ, നമ്മുടെ ജീവിതം സൗഭാഗ്യമായിട്ട് മാറും. ഒരു കാര്യം പറഞ്ഞോട്ടെ, കർത്താവിൻ്റെ അടുത്തേക്ക് രോഗികൾ വന്നപ്പോൾ എല്ലാവരെയും ഈശോ സുഖപ്പെടുത്തി. ആരോടും കർത്താവ് പറഞ്ഞില്ല, നിൻ്റെ പൂർവികർ പാപം ചെയ്തതാ നീ സഹിച്ചോ, പറഞ്ഞില്ല, സുഖപ്പെടുത്തി. രോഗികൾ കർത്താവിൻ്റെ അടുത്ത് വന്നപ്പോൾ നീ സഹിക്കുന്നത് ദൈവത്തിന് മഹത്വമാണ്, അതുകൊണ്ട് നീ സഹിച്ചോ, കർത്താവ് പറഞ്ഞില്ല. രോഗികൾ കർത്താവിൻ്റെ അടുത്ത് വന്നപ്പോൾ നീ തന്നെ തെമ്മാടിത്തരം ചെയ്തിട്ടില്ലേ, സഹിച്ചോ എന്ന് കർത്താവ് പറഞ്ഞില്ല. ഏതൊക്കെ അവസ്ഥയിലുള്ളവർ കർത്താവിൻ്റെ അടുത്ത് വന്നുവോ അവരെ ഈശോ സുഖപ്പെടുത്തി, അവരെ ഈശോ അനുഗ്രഹിച്ചു. ഒരു യുവാവ് മാത്രമാണ് ഇറങ്ങിപ്പോയത്. നിനക്കുള്ളതൊക്കെ വിറ്റ് പാവപ്പെട്ടവരെ കൊടുത്ത് എന്നെ അനുഗമിക്കാൻ പറഞ്ഞപ്പോൾ അവൻ ഇറങ്ങിപ്പോയി. പക്ഷെ അവനൊരു ചോദ്യം ചോദിക്കാൻ കർത്താവിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ബാക്കി കരയുന്നവർ, സങ്കടപ്പെടുന്നവർ,
ദുഃഖിതര്, രോഗികൾ കർത്താവിൻ്റെ അടുത്ത് വന്നപ്പോൾ കർത്താവ് അവരെ സുഖപ്പെടുത്തിയതിന് കാരണം എന്താണെന്നറിയോ? കർത്താവ് നമ്മെ സൃഷ്ടിച്ചത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സൗഭാഗ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. സന്തോഷവും സമാധാനവും സാഹോദര്യവും സമൃദ്ധിയും സുരക്ഷിതത്വവും സംതുലിതാവസ്ഥയും സംയമനവും, അങ്ങനെ 10 സാ വെച്ചിട്ടുള്ള വാക്കുകൾ. അതില്ലായത് അത് തകർക്കുന്നത് സാത്താനാണ്. തരുന്നത് സ്നേഹം, സന്തോഷം, സമാധാനം, സുരക്ഷിതത്വം, സമൃദ്ധി എന്ന് തുടങ്ങിയ 10 വാക്കുകളുണ്ട്. അത് മുഴുവൻ നമുക്ക് തരുന്നത് ദൈവമാണ്. അത് ലഭിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം സൗഭാഗ്യകരമായി മാറുന്നത്. ആ സൗഭാഗ്യം നമുക്ക് ഈ ഭൂമിയിൽ തന്നെ അനുഭവിക്കാൻ നമുക്ക് കൃപ വരട്ടെ. സിസ്റ്റേഴ്സിൻ്റെ ജൂബിലിയുടെ അവസരത്തിൽ അവരിൽ മാത്രമല്ല, ദൈവം നമ്മെല്ലാവരിലും കനിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ വരണം, എങ്ങനെയായാലും പിതാവ് വരണം, സംസാരിക്കണമെന്ന് സ്നേഹത്തോടുകൂടി നിർബന്ധിച്ച ഫ്രാങ്കോയ്ക്കും അന്നശോഭയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ടും ഇത്ര നേരം ക്ഷമയോടുകൂടി വലിയ അസഹിഷ്ണുതൊന്നും കാണിക്കാതെ കേട്ടിരുന്ന നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.